വുളൂ നായിമാക്കിയാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ വെറുതെ വെള്ളം വേസ്റ്റ് ആക്കാൻ യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വമംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹ വഹറാമുൻ ഇദാ കാന മുസബ്ബല. ഷാഫി മദ്ഹബിലെ പ്രബലമായ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. 3 പ്രാവശ്യം വീതം കഴുകപ്പെടുന്ന അവയവങ്ങളും തടവപ്പെടുന്ന അവയവങ്ങളും ചെയ്യൽ സുന്നത്താണ്. ഒരു വട്ടം ചെയ്തു, അതിനോടൊപ്പം തന്നെ 2, 3 വട്ടം ചെയ്യൽ സുന്നത്താണ്. കഴുകുന്ന അവയവങ്ങളും തടവുന്ന അവയവങ്ങളും 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹ, അതിനേക്കാൾ കൂടുതൽ 1 പ്രാവശ്യം അധികരിപ്പിക്കൽ. നിന്റെ സ്വന്തം പൈസക്ക് നീ ടാങ്കിലേക്ക് വെള്ളമടിച്ച് മോട്ടോർ മുഖേന കിണറ്റിൽ നിന്ന് വെള്ളമടിച്ചാൽ പോലും വീട്ടിൽ നിന്ന് എടുക്കുന്ന വുളൂ പോലും അകാരണമായി ഒരു കാര്യവുമില്ലാതെയാണ് 4ാമത്തെ വെള്ളം നീ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് കറാഹത്താണ്. വഹറാമുൻ ഇദാ കാന മുസബ്ബല, പള്ളിയുടെ സ്വത്താണ് എങ്കിൽ 4ാമത്തെ പ്രാവശ്യം നീ ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായമാണ് ഈ പറയാൻ. മനസ്സിലാകുന്നുണ്ട്? പള്ളിയിൽ വന്നിട്ട് ചിലർ ചെരുപ്പൊക്കെ കഴുകി റാഹത്തായിട്ട് നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് കഴുകാൻ കാശുണ്ട്, വീട്ടിൽ വെള്ളമുണ്ട്, കഴുകൂല. പള്ളിയിലെ വെള്ളത്തിൽ ഹവായി ചെരുപ്പ് റാഹത്തായിട്ട്. പള്ളിയിലെ ഭിത്തിയിലോട്ട് ഒരു സോപ്പ് വാങ്ങിച്ച്, ലെക്സിന്റെ സോപ്പ്, പകുതി സോപ്പ്, കുളിച്ച് തീർന്നതിന്റെ സോപ്പ് അവിടെ കൊണ്ടുവന്ന് ഭിത്തിയിൽ വരതും. എന്നിട്ട് തല കൊണ്ടുവന്ന് അതിനകത്ത് 3 വട്ടം കറക്കി തല നല്ലതുപോലെ സോപ്പിട്ട് കഴുകുകയാണ്, പേനൊക്കെ പോകാൻ വേണ്ടി. പള്ളിയുടെ വെള്ളത്തിൽ നമ്മൾ വുളൂ എടുക്കുന്ന വെള്ളം തന്നെ 4ാമത്തെ പ്രാവശ്യം എടുക്കൽ ഹറാമാണ്, ആവശ്യമില്ല എങ്കിൽ. ആരാ പറഞ്ഞത്? പണ്ഡിതന്മാർ, ആലിമീങ്ങൾ രേഖപ്പെടുത്തിയാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നു 4ാമത്തെ പ്രാവശ്യം എടുക്കാൻ. പള്ളിയുടെ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. വെള്ളവുമായി ഏറ്റവും കൂടുതൽ വസ്വാസ് കാണിക്കുന്നവൻ വലഹാൻ എന്ന പിശാചിന് അടിമപ്പെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലഹാൻ എന്നൊരു പിശാചുണ്ട്. ആ പിശാചിന് അടിമപ്പെട്ടവനാണ് ആര്? വെള്ളവുമായി ബന്ധപ്പെട്ട സമയം കളയുന്നവൻ. ചിലർക്ക് വസ്വാസം, ബാത്റൂമിലൊക്കെ കയറിയ സുബ്ഹാനല്ലാഹ് മൊത്തം കഴുകി വൃത്തിയാക്കി ടൈലെല്ലാം വെളുപ്പിച്ചിട്ടേ വരുവുള്ളൂ. പെണ്ണുങ്ങൾ ചിലർ കയറിയ 1.5 മണിക്കൂർ എടുക്കും. പുരുഷന്മാരിൽ ചില ആരും അങ്ങനെ തന്നെ വസ്വാസാണ്. അങ്ങനെ വസ്വാസം നിങ്ങൾ ഓവറായി ജീവിതത്തിൽ കൊണ്ടുവരരുത്. അത് വലിയ അപകടം ജനിപ്പിക്കും. വെള്ളം ആവശ്യമില്ലാതെ കളയുക. വലഹാൻ എന്ന പിശാചിന് അടിമപ്പെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലഹാൻ, അങ്ങനെ ഒരു പിശാചുണ്ട്. വെള്ളവുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നവൻ ആ പിശാചിന് അടിമപ്പെട്ടവനാണ്. അതൊരു പൈശാചികതയാണ്. അതുകൊണ്ടാണല്ലോ ടോയ്ലറ്റിനുള്ളിലേക്ക് പോകുമ്പോൾ കാവൽ തേടുന്നത് വലിയ കാവൽ തേട്ടമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി. ആൺപിശാചും പെൺപിശാചും എല്ലാം കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് ഇവിടെ ടോയ്ലറ്റ്. അതുകൊണ്ടാണ് കൂടുതൽ വലിയ കാവൽ തേട്ടം. വേറെ എവിടെ അങ്ങനെയില്ല. ബാക്കിയുള്ളിടത്തൊക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒറ്റയടിയാണ്. ഇവിടെ അങ്ങനെയല്ല. ആൺപിശാചും പെൺപിശാചുക്കളെ തൊട്ട്. കാരണം അവിടെ സമയം ചെലവഴിക്കും. വലിയ വിഷയം തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഉണർത്തിയതാണ്. വെള്ളം ആവശ്യമില്ലാതെ ദൂർത്തടിക്കാൻ പാടില്ല. എന്ത് കാര്യത്തിലാണെങ്കിലും. അത് എത്ര കഠിനമായ ചൂടുള്ള സമയത്താകട്ടെ, വെള്ളം ഉള്ള സമയത്താകട്ടെ, അധികമാക്കാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിലേക്കൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മസ്സറഫു യാ സഅദു, മസ്സറഫു യാ സഅദു, എത്ര വലിയ ധൂർത്താണ് സഅദേ നീ നടത്തുന്നത്? ഉടനെ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചുവത്രേ, അഫിൽ വുളൂഇ ഇസ്റാഫൻ യാ റസൂലല്ലാഹ്, വുളൂ എടുക്കുന്ന വെള്ളത്തിലും ഇസ്റാഫ് ഉണ്ടോ റസൂലേ? ആരാധനയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ വുളൂ ചെയ്യുന്നത്, അതിലും ഇസ്റാഫ് ഉണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നഅം വ ഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന നദിയുടെ തീരത്തിരുന്ന് അതിശക്തമായി നല്ല രീതിയിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ വുളൂ എടുത്താലും ധാരാളം വെള്ളമുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ധൂർത്തടിക്കരുതേ സഅദേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇഷ്ടംപോലെ വെള്ളമുള്ള നദിയുടെ തീരത്തിരുന്ന് നീ വുളൂ എടുത്താൽ പോലും
നദിയിലല്ലേ, വെള്ളം വറ്റുന്നില്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോലും നീ 4ാമത്തെ വട്ടം എടുക്കരുത്. നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ചിന്തിക്കണം സഹോദരങ്ങളെ. പ്രത്യേകിച്ച് റമദാനിൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. വെള്ളമൊക്കെ വളരെ ഗൗരവത്തിൽ ഉപയോഗിക്കുക. വീട്ടിലാണെങ്കിലും പള്ളിയിലെ വെള്ളമാണെങ്കിലും ഭയങ്കര വിഷയമാണ്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. യഥാർത്ഥത്തിൽ പള്ളിയിലേതാകുന്ന ടോയ്ലറ്റും സംവിധാനങ്ങളും വെച്ചിരിക്കുന്നത് ആർക്കാണത്? ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നു, യാത്ര കഴിഞ്ഞു വരുന്നു, പ്രയാസമാണ്, അയാൾക്ക് ആ ടോയ്ലറ്റ് ഉപയോഗിക്കുക. അതൊക്കെയാണ്. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഒതുവെടുത്ത് വരണം. കാരണം സൗകര്യങ്ങളുണ്ടല്ലോ. അവിടുന്ന് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതല്ല അവിടെ സുന്നത്ത് നിസ്കാരം നടക്കില്ലെങ്കിൽ ഓക്കെ, പള്ളിയിലോട്ട് പോരെ. പരമാവധി വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധിയാക്കി തന്നെ വരിക. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുന്നതിന് കൂലി കൂടുതലാണ്. അതെവിടെ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ വുളൂ നിത്യമാക്കിയാൽ പാപം പൊറുക്കും. അവയവങ്ങൾ കഴുകുന്നതോടുകൂടി, മുഖം കഴുകുന്നതോടുകൂടി, കൈ കഴുകുന്നതോടുകൂടി, കാല് കഴുകുന്നതോടുകൂടി തന്നെ അവന്റെ വിരലുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ അവയവങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കും. ഹദീസാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ 1 മണിക്കൂർ ആകാനായി. എവിടെ എത്തിയിട്ടില്ല. ഇനി 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ക്ലോസ് ആവും. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി ثم خرج إلى المصلى ليقضي فريضة من فرائض الله كانت خطواته إحداهما تحط خطايا والأخرى ترفع درجته. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി, ആരൊരുവൻ സ്വന്തം വീട്ടിൽ നിന്ന് ശുദ്ധി കലശം നടത്തിയാൽ, വീട്ടിൽ നിന്ന് വൃത്തിയായി വുളൂ ചെയ്താൽ, ثم خرج إلى المصلى, പിന്നെ അവന് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോയാൽ, ليقضي فريضة من فرائض الله, അല്ലാഹു നിശ്ചയിച്ച ഫർളുകളെ സുബഹിയെ, ളുഹറിനെ, അസ്റിനെ, മഗ്രിബിനെ, ഇശായിനെ നമസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാരെ നീ പള്ളിയിലേക്ക് പോയാൽ, കാന ഖുത്വാതുഹു ഇഹ്ദാഹുമാ തഹത്തു ഖതായാ, പള്ളിയിലേക്ക് പോകുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു നിന്റെ പാപങ്ങൾ ഇല്ലാതാക്കുമേ. ഓരോ ചവിട്ടടിക്കും പാപം പുറത്തു നൽകുമേ. വല്ലുഖറാ തർഫഉ ദറജതഹു, ഒരു കാല് വെക്കുമ്പോൾ നിന്റെ പാപം പൊറുക്കുകയും അടുത്ത കാല് നീ വെക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തി കിട്ടുകയും ചെയ്യുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഹദീസാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാല് വെക്കുമ്പോൾ പാപമോചനം, അടുത്ത കാല് വെക്കുമ്പോൾ തർഫഉ ദറജത, സ്വർഗത്തിലേക്കുള്ള പദവി ഉയരും. നബി മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് വുളൂ എടുത്ത് വരുന്നവനായത്. മൻ തതഹറ മിൻ ബൈതിഹി ثم خرج الى المصلى ليقضي فريضة من فرائض الله كانت خطواته احداهما تحط خطايا والاخرى ترفع درجته. ഒന്ന് പാപങ്ങൾ ഇല്ലാതാക്കി കളയും, മറ്റൊന്ന് സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തി നൽകും. എന്ത് വേണം? വുളൂ വീട്ടിൽ നിന്ന് എടുത്ത് നല്ല നിയ്യത്തിൽ പള്ളിയിലേക്ക് പോകണം. പള്ളിയിലേക്ക് പോകാന്നുള്ള നിയ്യത്ത് വലുതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കമ്പോളത്തിൽ വന്നതെന്ന് അപ്പം വാങ്ങിക്കൊളിച്ച് അങ്ങോട്ട് കയറി, അങ്ങനെയല്ല. വീട്ടിൽ നിന്ന് പള്ളിക്ക് പോകാൻ വേണ്ടി തന്നെ നിയ്യത്ത് വെച്ചിറങ്ങാം. ഓരോന്നിനും കരുതലാണ്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി ശഫീഉനാ റസൂലുള്ളാഹി. അമലിനേക്കാൾ വലുതാണ് അവന്റെ കരുത്ത്. മനസ്സിലെ കരുത്ത് തന്നെയാണ് ഭയങ്കര പ്രതിഫലം. കരുതലോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അതല്ലേ നോമ്പുകാരന് ഫർളായ നോമ്പ് പിടിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഷർത്താണ്. ഒന്ന് തബീയത്ത്, രാത്രിയിൽ തന്നെ ആവണം നിയ്യത്ത് വെക്കേണ്ടത്. മറ്റൊന്ന് തഅയ്യിൻ, നോമ്പ് ഏതാണെന്നുള്ളത് വ്യക്തമാക്കണം. ഫർളായ നോമ്പ് പിടിക്കുമ്പോൾ, ഉദാഹരണത്തിന് റമദാനിലെ നോമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചയായ നോമ്പ് ഒരാൾ വീട്ടുന്നു,
അങ്ങനെയുള്ള നിർബന്ധമായ നോമ്പുകൾ വീട്ടുന്ന സമയത്ത് നിയ്യത്ത് എപ്പോഴെ തന്നെ വെക്കണം? രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. 2 കാര്യങ്ങൾ നിബന്ധനയാണ്. ഒന്ന് തബീയത്ത്, രാത്രിയിൽ തന്നെ ആവണം, സുബൈക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മതി. മറ്റൊന്ന് തഈനാവണം. ഏതാണ് നോമ്പ്? റമദാനിലാണെങ്കിൽ റമദാൻ, അതല്ല ഏതെങ്കിലും നേർച്ച നോമ്പാണെങ്കിൽ ഇന്ന നേർച്ച നോമ്പ്, ഇന്ന പ്രായശ്ചിത്തത്തിന്റെ നോമ്പ്, അത് വ്യക്തമാക്കിയിരിക്കണം. ആ നോമ്പ് ഏതാണെന്ന് വ്യക്തമാക്കിയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിയ്യത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. നിയ്യത്തില്ല എങ്കിൽ നോമ്പില്ല. ഒരാൾ നിയ്യത്ത് വെക്കാൻ മറന്നുപോയി രാത്രിയിൽ റമദാനിൽ, എന്താ ചെയ്യേണ്ടത്? പകല് നോമ്പുകാരനെ പോലെ നിൽക്കണം. ഒന്നും പറ്റൂല, അവർ ഫുഡ് കഴിക്കാൻ പറ്റൂല, നോമ്പുകാരനെ പോലെ നിൽക്കേണ്ടി വരും. ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടുകയും വേണം. അതാണ് മസല. അപ്പൊ നിയ്യത്ത് മർമ്മപ്രധാനമാണ്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോവാൻ നിയ്യത്ത് വെച്ചിട്ട് ഇറങ്ങണം. പുരുഷന്മാർക്കാണ് ഈ കൂലി കിട്ടുക. പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം പറഞ്ഞത് സ്ത്രീകൾക്കും കിട്ടും. 2 കാര്യങ്ങൾ. ഇസ്തിഗ്ഫാറും അധികരിപ്പിച്ചാൽ പാപമോചനം കിട്ടും. ഒളു നിത്യമാക്കുക. ഒരു ഒളു മുറിഞ്ഞു പോയി, അപ്പൊ തന്നെ അടുത്ത ഒളു വീണ്ടും പുതുക്കുക. അതിന് ശീലാക്കി കൊണ്ടുവരണം. കാരണം വെള്ളവും സാഹചര്യങ്ങളും ഒക്കെ അൽഹംദുലില്ലാഹ് ഇന്ന് വിശാലമാണ്. പിന്നെന്തിന് നമ്മൾ മടിക്കണം? കുളിച്ചിട്ട് ഇറങ്ങുന്നവൻ പോലും ഒളു എടുക്കാൻ മടിക്കാൻ. എന്തിനാണ് അങ്ങനെ? നല്ല വൃത്തിയായിട്ട് നിയ്യത്ത് വെച്ചിട്ട് ഒന്ന് ഒളു എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിക്കുക. എന്ത് റാഹത്താൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബനൂ സലമ ഗോത്രക്കാര് മദീനക്കാരാണ്. മദീനയിലുള്ള ഗോത്രക്കാരാണ്. ഏറ്റവും അറിയപ്പെട്ട ഗോത്രക്കാരാണ് ബനൂ സലമ ഗോത്രക്കാര്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ നബിയേ ഖലത്തിൽ ബിഖാഉ ഹൗലൽ മസ്ജിദി യാ റസൂലല്ലാഹ്. മദീന പള്ളിയുടെ പരിസരത്ത് നല്ലതുപോലെ സ്ഥലം ഒഴിവായിട്ടുണ്ട് നബിയേ. ഞങ്ങൾ അവിടേക്ക് സ്ഥലം വാങ്ങിയിട്ട് താമസം മാറ്റട്ടെ റസൂലേ. മദീന പള്ളിയുടെ പരിസരത്ത് സ്ഥലം വിൽക്കാനുണ്ട്. പള്ളിയുടെ പരിസരങ്ങളിൽ ഞങ്ങളിപ്പോ ഭയങ്കര ദൂരത്ത് നിന്നാണ് ജമാഅത്തിന് വരുന്നത്. ഒരുപാട് ദൂരം, മൈലുകൾക്കപ്പുറത്ത് നിന്നാണ് ബാങ്ക് വിളിക്കുമ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ വരുന്നത്. ഈ പള്ളിയുടെ അടുത്ത് സ്ഥലം ഉണ്ടെങ്കിൽ റാഹത്താണല്ലോ. ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ഇവിടെ വീട് വെക്കട്ടെ, നബിയോട് അനുവാദം ചോദിച്ചു വെക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാണ്, വേണ്ട കേട്ടോ യാ ബനൂ സലമ, ദിയാറക്കും തുക്തബു ആസാറക്കും, ദിയാറക്കും തുക്തബു ആസാറക്കും. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടുകളില്ലേ, അവിടെ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്ത് നടന്നു വരൽ കൊണ്ട് നിങ്ങളുടെ കാൽപാദങ്ങൾ എണ്ണപ്പെടുകയാണ്. അത് അല്ലാഹു പാപമോചനത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ദൂര സ്ഥലത്താണ് നിങ്ങളുടെ വീടുള്ളത്. അവിടെ നിന്ന് മദീന പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലുകൾ കടന്നു വരുമ്പോ ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള ശ്രവണ സുന്ദരമാകുന്ന ബാങ്കുലികൾ മുടങ്ങുമ്പോ നിങ്ങൾ വീട്ടിൽ നിന്നതാ നടന്ന് പള്ളിയിലേക്ക് നടന്നു വരുമ്പോ നിങ്ങൾക്ക് നൽകപ്പെടുന്ന കൂലിയെ നിങ്ങൾ അറിയണേ. ദിയാറക്കും തുക്തബു ആസാറക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്നു വരുന്ന ഓരോ പാദം കാലിനും അല്ലാഹു പാപങ്ങൾ പുറത്തു നൽകുമേ. ഓരോ ചുവടുവെപ്പിനും അല്ലാഹു സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ ഉണർത്തിയത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഈ ദുനിയാവിൽ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ, മമ്പാട് പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കുലികൾ മുഴക്കുമ്പോ ഇമാമും ജമാഅത്തും ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നവരെ, വീട്ടിൽ നിന്ന് വധുവെടുത്തുകൊണ്ട് ഇറങ്ങി തിരിക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയെ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുതേ. ഓരോ ചവിട്ടടിക്കും അല്ലാഹു പാപം പൊറുക്കുകയാണ്. അടുത്ത കാല് വെക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞു, നിങ്ങൾ വീട് ഇങ്ങോട്ട് മാറണ്ട, പള്ളിയുടെ അടുത്ത് സ്ഥലം ഒഴിഞ്ഞു കിടന്നോട്ടെ, നിങ്ങൾ വരണ്ട, നിങ്ങൾ അവിടുന്ന് തന്നെ നടന്നു വരും. ആരോഗ്യം ഉണ്ടല്ലോ, ബാങ്ക് വിളിക്കുമ്പോൾ അത്രയും ദൂരത്തുനിന്ന് വരും, അത്രയും കൂലി കിട്ടുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നല്ല ദൂരമാണ്, വാഹനത്തിലല്ലാതെ വരാൻ സാധിക്കില്ല എങ്കിൽ വാഹനത്തിൽ വരിൻ. ആ വാഹനത്തിന്റെ മുഹദ്ദിസീങ്ങൾ പറയുന്നു, വാഹനത്തിൽ വരുമ്പോഴും അതിലുള്ള ഓരോ ചവിട്ടടി കണക്കാക്കിയിട്ട് എത്ര ദൂരമുണ്ടെന്ന് കണക്കാക്കി മേൽപ്പറയപ്പെട്ട കൂലി നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഹബീബ് റസൂലുള്ളാഹി. എന്താ നമ്മുടെ വിഷയം എന്താ? ഓരോ ചവിട്ടടിക്കും എന്ത് കിട്ടും? പാപമോചനം കിട്ടും. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പാപം പുറത്ത് കിട്ടുന്ന അമലുകളാണ് പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവണം. അനിയത്തിൽ വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിയിലെത്തിയാൽ പിന്നെന്താണുള്ളത്? നിസ്കാരം. സുബ്ഹാനല്ലാഹ്. സ്ത്രീകൾ വീട്ടിൽ തന്നെ 5 വഖത്ത് കൃത്യമായി നിസ്കരിച്ചാൽ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കറക്റ്റായിട്ട് 5 വഖത്ത് നിസ്കരിക്കണം, കറക്റ്റായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മറാത്ത് ഹൽ ബഖാ മിൻ ദറനിഹി ശൈഉൻ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു ചേർത്തിട്ട് അവരോട് ചോദിക്കുകയാണ്, സ്വഹാബത്തെ അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മറാത്ത് ഹൽ ബഖാ മിൻ ദറനിഹി ശൈഉൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുന്നിൽ മനോഹരമായ നല്ല തെളിഞ്ഞ നിറത്തിലുള്ള വെള്ളത്തിന്റെ അരുവി ഉണ്ടാവുകയും ആ ജലാശയത്തിലിറങ്ങി 5 നേരം നിങ്ങൾ വീടിന്റെ മുറ്റത്തുള്ളതാകുന്ന കുളത്തിലിറങ്ങി എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി 5 നേരം കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും അവശേഷിക്കുമോ? വല്ല അഴുക്കും ബാക്കിയാകുമോ? ഒന്ന് പറയുമോ സാബാ? ഫഖാലൂ, ഉടനെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ് ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ. വീടിന്റെ മുറ്റത്തുള്ള മനോഹരമായ നദിയിൽ 5 നേരം ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങി റാഹത്തായി നീന്തി കുളിച്ചാൽ, അതിൽ സന്തോഷത്തോടുകൂടി അവൻ കുളി പാസാക്കിയാൽ 5 നേരം കുളിക്കുന്നതിലൂടെ അവന്റെ ശരീരത്തിൽ ഒരൽപ്പം പോലും അഴുക്ക് ബാക്കി ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലേ ഉറപ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സഹാബത്തിനോട് പറയുകയാണ്, ഫകദാലിക മസലു സ്വലവാത്തിൽ 50 യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. സഹാബത്തെ അപ്രകാരമാണ് 5 വഖത്ത് നമസ്കാരം. നിന്റെ വീടിന്റെ മുറ്റത്തുള്ള ഉമ്മറത്തുള്ള മനോഹരമായ നദിയിൽ 5 നേരം ഇറങ്ങി കുളിച്ചാൽ നിന്റെ ശരീരത്തിൽ അഴുക്കില്ലാതാവുന്നത് പോലെ 5 വഖത്ത് നമസ്കാരത്തിന്റെ ബാങ്കലുകൾ പള്ളിയുടെ മിനാരങ്ങളിൽ മുഴക്കപ്പെടുമ്പോ അതിന്റെ ജമാഅത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് പുരുഷന്മാർ പള്ളിയിലേക്ക് പോയി നമസ്കാരങ്ങളെ ശ്രദ്ധിച്ചാൽ, സ്ത്രീകൾ അതിന്റെ നമസ്കാരത്തെ ശ്രദ്ധിച്ചാൽ അവരുടെ സർവ പാപങ്ങളും അല്ലാഹു ഇല്ലാതാക്കുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. പാപം പുറത്ത് കിട്ടാൻ 5 വഖത്ത് നമസ്കാരം ശ്രദ്ധിക്കണം നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മളിപ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലി പാപം പൊറുപ്പിച്ചു, വുളൂ നിത്യമാക്കി പാപം പൊറുപ്പിച്ചെടുത്തു. വുളൂ വീട്ടിൽ നിന്ന് എടുത്ത് പള്ളിയിലേക്ക് പുരുഷന്മാർ ജമാഅത്തിന് പോകുന്നു. വുളൂ എടുത്ത് അവ്വൽ വഖത്തിൽ തന്നെ സ്ത്രീകൾ നിസ്കരിക്കുന്നു. അപ്പൊ ഇത്രയും വരെ എത്തി. ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തതാണ്. നോമ്പായണ്ട് ചിലപ്പം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ പോകും. അതിനാണ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുന്നത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. ശ്രദ്ധിക്കുക, നിങ്ങൾ നിസ്കാരം നിസ്സാരമല്ല, അതിന്റെ അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ الذين هم يراءون
هم يراءون ويمنعون الماعون. പരിശുദ്ധമായ റമദാനിലടക്കം ഏറ്റവും കൂടുതൽ നമ്മൾ ഓതുന്നതായ സൂക്തമല്ലേ സൂറത്തുൽ മാഊൻ? പരിചിതമല്ലേ? എല്ലാ വഖത്തുകളിലും ശ്രദ്ധിക്കുന്നതല്ലേ? മഗ്രിബ് നിസ്കാരത്തിൽ എന്ന് വേണ്ട റമദാനിൽ മിക്ക പള്ളികളിലും അലം തറ കൈഫ മുതൽ താഴോട്ട് ഓതുമ്പോഴൊക്കെ ഈ സൂറത്തുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ അല്ലേ? ഓതാത്ത പള്ളിയില്ലല്ലോ. അലം തറ മുതൽ ഓതുന്ന താഴോട്ട് പോകുന്ന പള്ളി നോക്കി തന്നെ പോയി നിസ്കരിക്കുന്ന ആളുകളും ഉണ്ട്. തറാവീഹ് നിസ്കരിക്കാൻ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം നോക്കുന്ന സ്ഥലം ഏതാണ്? ഫ്രണ്ടിലെ ക്ലോക്ക്. ഇന്ന് 10:05 തീർന്നത്, അതല്ല കറക്റ്റ് 10 നിർത്തിയത്. പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ക്ലോക്കില്ലേ, ആദ്യം നോക്കുന്നതാ. അതാണ് ആദ്യം നോക്കുന്നത്. ശരിയാണോ അല്ലേ? അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നിന്റെ മനസ്സാണ് ആ കാണുന്നത്. ക്ലോക്ക് നിന്റെ മനസ്സ്. എന്താ കാര്യം? ഇന്ന് ഇച്ചിരി വൈകിയാണോ തീർന്നത്, നേരത്തെ തീർന്നോ എന്നാണ് നോക്കുന്നത്. 2 മിനിറ്റ് വൈകിയാൽ നിസ്കാരം കഴിയുമ്പോൾ ഖത്തീബ് ഉസ്താദിനെ വിളിക്കും. സാർ ഒന്ന് കാണണം, ഉസ്താദ് അള്ളാഹ് പെരുന്നാപ്പൊടി തരാനായിരിക്കും നേരത്തെ അഡ്വാൻസ്. റമളാനിലെ കൈമടക്ക്. എന്തായിരുന്നു? അതെ, ഇത് 2 മിനിറ്റ് വൈകിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയാ. ശരി, എന്നാ പോയിക്കോ. അസ്സലാമു അലൈക്കും. നാളെ നേരത്തെ നിർത്തിയേക്കണം. ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. സാധുവർക്ക് കൈമുടക്ക് കിട്ടിയെന്ന് കരുതി അവിടം വരെ ചെന്നപ്പോൾ ഇതാ പറയുന്നത്, 2 മിനിറ്റ് വൈകിപ്പോയെന്ന്. തറാവീഹ് ഓതി. നമ്മുടെയൊക്കെ ഇഖ്ലാസ് എവിടെയാണ്? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. എന്തായിരുന്നാലും ഈ സൂറത്ത് ഓതാത്ത പള്ളികളിൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഹിഫ്ളുള്ളതാണ്. നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം. വൈലെന്നതാകുന്ന ഭാഗം തന്നെയുള്ളത് നമസ്കരിക്കുന്നവർക്കാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ നബിയേ, ആരാണ് അക്കൂട്ടർ നബിയേ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ആരാണ് സാഹൂൻ? നമസ്കാരത്തെ അലസത വെക്കുന്ന ആളുകൾ, നമസ്കാരത്തെ അശ്രദ്ധ വെക്കുന്ന ആളുകൾ. ആരാണ് നബിയെ? ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂലുടെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തെ അല്ലദീന യുഅഖിറൂന അസ്സലാത അൻ അവഖാതിഹാ. നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്ന ആളുകൾ, നമസ്കാരത്തെ അതിന്റെ സമയത്തിൽ നിന്ന് അശ്രദ്ധ പതിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് തീർച്ചയായും വൈലെന്ന നരകമുണ്ട് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഫഹുവ വാദിൻ ഫീ ജഹന്നം. കത്തിജ്വലിക്കുന്ന ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ചെരുവാണ് വൈലെന്ന ഭാഗമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ജഹന്നം എന്ന് പറയുന്ന നരകം വൻ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. ജഹന്നം എന്ന നരകം, നരകം ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് ജഹന്നം എന്ന നരകം. വൻ പാപികളായ ആളുകൾക്കുള്ളതാണ് ജഹന്നം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ജഹന്നമന് സുമ്മിയത്ത് ജഹന്നമു ലിഅന്നഹു യതജഹമു വജൂഹർ റിജാലി വന്നിസാ. നബി തങ്ങൾ വിശദീകരിച്ചു തന്നു എന്താണ് ജഹന്നം എന്ന് ജഹന്നമിന് പേര് വെക്കാൻ കാരണം. ലിഅന്നഹു യതജഹമു വജൂഹർ റിജാലി വന്നിസാ. അതിലേക്ക് കടക്കുന്നവന്റെ മുഖവും സ്ത്രീ പുരുഷന്മാരുടെ മുഖത്തിൻ്റെതാകുന്ന ചർമ്മങ്ങളും മാംസങ്ങളും കരിച്ചു കളയും. അതാണ് ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നരകം പഠിക്കേണ്ടത് തന്നെയാണ്. നാളെ ഇൻഷാ അല്ലാഹ് പൂക്കോട്ടുംപാടം യമാനിയിൽ വെച്ച് പ്രസംഗം ഉണ്ട് നിലമ്പൂർ. അവിടെ നാളെ ഇൻഷാ അല്ലാഹ് നരകം പറയും. അപ്പോൾ പറയും എന്താണ് ജഹന്നം, എന്താണ് സഈർ, എന്താണ് ലളാ, അതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. അപ്പൊ അതിലോട്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നരകം വേറൊരു വിഷയമാണ്. അടുത്ത 10-ലാണ് അതിനെ കുറിച്ചുള്ള കാവല് തേട്ടം നടക്കുന്നത്. എപ്പോഴും കാവല് തേടുന്നുണ്ട്. നമ്മൾ പ്രത്യേകമായി റമദാനിൽ അടയാളപ്പെടുത്തുന്നത് അപ്പോഴാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, എന്റെ പിരടിയെ മോചിപ്പിക്കണേ അല്ലാഹ്. ഭയങ്കര സംഭവമാണത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോരുത്തരും സ്വന്തത്തെ തൊട്ട് കാവല് തേടുകയാണ്. എന്റെ പിരടിയെ മോചിപ്പിക്കണേ, എന്നെ നരകത്തിൽ നിന്ന് മുക്തമാക്കി തരണേ അല്ലാഹു. കാരണം അത്രമേൽ പ്രധാനമാണത്. ചോദിച്ചേ പറ്റൂ. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ധാരാളം പ്രാവശ്യം അറിഞ്ഞും അറിയാതെയും ചോദിക്കുന്നുണ്ട്.
നമ്മുടെ ജീവിതത്തിലെ നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചുരുക്കത്തിൽ ആ ജഹന്നം എന്ന് പറയുന്ന വിശാലമായ നരകത്തിന്റെ വൻപാപികൾക്ക് വേണ്ടി സൃഷ്ടിച്ച നരകത്തിന്റെ ഒരു ഭാഗമാണ് എന്ത്? ഒരു ചെരിവാണ്, മലഞ്ചെരിവാണ് എന്ത്? വൈൽ. അതാർക്കാ നൽകുന്നത്? നമസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവന് കൊടുക്കാൻ. നിസ്കരിക്കാത്തവനല്ല, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ സമയത്തല്ല, അവന് നരകം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് പാഠം. വളരെ ശ്രദ്ധിക്കണം, പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. നിസ്കരിക്കാത്തവനല്ല, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ സമയത്തല്ല, അവനും എന്താ കിട്ടുന്നത്? നരകത്തിന്റെ ചെരിവാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലദീന യുഅഖിറൂന സ്വലാത്ത അൻ ഔഖാതിഹാ. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നമസ്കാരത്തെ പിന്തിക്കുന്നവനാണ് അതിന്റെ സമയം വിട്ട്. നമ്മളിൽ 95% അക്കൂട്ടത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ജമാഅത്ത് ശ്രദ്ധിക്കുന്നില്ല, അവ്വല് ജമാഅത്തിന് പുണ്യം കൽപ്പിക്കുന്നില്ല. നിങ്ങൾ നോക്കി, ഏത് ജമാഅത്തും ഏത് പള്ളിയിലും കയറി നോക്കി, മസ്ബൂക്കിന്റെ എണ്ണം കൂടുതലാണ്. നിങ്ങൾക്കതറിയാലോ, മസ്ബൂക്ക് മഅ്മൂമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. മഅ്മൂം എന്ന് പറയുമ്പോൾ ഇമാമിനോട് നേരത്തെ പിന്തുടരുന്നവന് മഅ്മൂം, മസ്ബൂക്ക് പിന്തുടർന്നവൻ. മസ്ബൂക്കുകളുടെ എണ്ണം കൂടുതലാണ്. ഏത് ജമാഅത്തും എടുത്തു നോക്കി, എല്ലാ ജമാഅത്തും. നമ്മൾ റമദാനിൽ ജുമാ നടത്തുവാണെങ്കിൽ പോലും അവിടെയുണ്ട് മസ്ബൂക്ക്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോഴും നേരത്തെ വരാത്ത കൗമുണ്ട്. റമദാനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമാണ്, അപ്പോഴും ഉണ്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോൾ ഇങ്ങനെ വൈകി വരുന്ന ആള്. നിസ്കാരം നടക്കുമ്പോൾ ഓടി വരികയാണ്, വേഗം ഒന്നു കൊടുത്താൽ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് ഫ്രണ്ട് തപ്പ് കൊടുക്കണം. ഭയങ്കര ഇഖ്ലാസോട് വരുന്ന പോലെ തോന്നാൻ. നേരത്തെ ബാങ്ക് വിളിച്ച്, അവര് ബാങ്ക് വിളിച്ചു, രണ്ടാമത്തെ ബാങ്ക് ഹുതുബയെന്ന് വിളിക്കുന്നു, എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പം ബ്രഷ് എടുത്തോണ്ട് പോകുന്നേ ഉള്ളൂ. വാഷ്റൂമിലോട്ട് കയറുകയാണ്. ആദ്യത്തെ ബാങ്ക് വിളിച്ചപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. രണ്ടാമത്തെ ഇമാമ് ഹുതുബയിൽ കയറുന്ന സമയത്ത് ബാത്റൂമിലേക്ക് കയറി. ഇതല്ലേ അവസ്ഥ? എന്താണ് നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നിസ്കാരം പിന്തിക്ക് അലസമാക്കുക. ളുഹർ നമസ്കാരം അധിക സഹോദരിമാരെ നിസ്കരിക്കുന്നത് അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. 3 മണിയാകുമ്പോൾ കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് വന്ന് ളുഹർ നിസ്കരിക്കും. ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ മോദി ബാങ്ക് കൊടുത്തോണം. ഇല്ലെങ്കിൽ ഉടനെ ഇക്കാട് പറയും, അയാളെ മാറ്റിയേക്കട്ടെ മോദി സ്ഥാനത്ത്, കമ്മിറ്റിക്കാരനെ ഇക്ക. അപ്പോൾ അയാളോട് പറയാം അങ്ങനെ ശുപാർശ ചെയ്ത്, കാരണം ബാങ്ക് വിളിക്കുന്നില്ല കറക്റ്റായിട്ട്. ളുഹർ ബാങ്ക് വിളിച്ചിട്ട് ഇപ്പോഴാണ് നിസ്കരിക്കുന്നത്. ളുഹർ 3 മണിക്ക്. മിക്ക സ്ത്രീകളുടെ അവസ്ഥ ഏതാ? കച്ചവടക്കാരായ ആളുകൾ ളുഹർ നിസ്കാരം അസറിലേക്ക് വെച്ച് ബന്ധിക്കും. ചിലർ അസർ മഗ്രിബിലേക്ക് വെച്ച് ബന്ധിക്കും, മഗ്രിബിനെ ഇശായിലേക്ക് ബന്ധിക്കും. ചിലർ സുബഹി വരെ ഇമാമ ഹുത്തമ മിമ്പറിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാണമില്ലാത്ത ഹേവാൻ. സാധാരണ അപ്പുറത്തെ ഭാഗത്ത് ഏതെങ്കിലും ഒരു തട്ടിലൊക്കെ പോയി ഒളിച്ചതൊക്കെ നിസ്കരിക്കും. ഇപ്പൊ അതും കൂടി നാണമില്ല, അതിന്റെ നാണം കൂടി പോയി. കാരണം ഞാൻ സുബൈ നിസ്കരിക്കുന്നുണ്ടെന്ന് അറിയിക്കുക. എത്ര മണിക്ക്? 12:30. അതും ജുമായ്ക്ക്, വെള്ളിയാഴ്ച വന്നിരിക്കുക. 2 കൈ ഓർത്ത് കുനൂത്ത് ഓതുക, ഒരു മടിയില്ല. അതും ഇമാമിന്റെ മിമ്പറിന്റെ മുന്നിൽ തന്നെ. അങ്ങനത്തെ ആളുകൾ വരെ ഇന്ന് സമൂഹത്തിൽ എത്തിപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് നമ്മുടെ അവസ്ഥ? ഉറക്കിൽ എഴുന്നേൽക്കുമ്പോൾ സുബഹി, അങ്ങനെയല്ലല്ലോ. അതായത് നമ്മുടെ എല്ലാ പരിപാടികളും കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നിസ്കരിക്കാം. അങ്ങനെ റബ്ബിന് നിസ്കാരം വേണ്ട. തോന്നുമ്പോൾ സല്ലിയുടെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. ഇതൊക്കെ നമ്മൾ റമദാനിൽ ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ അദാബാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കുന്നവന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞില്ലയോ, ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, സമയത്ത് നിർവഹിക്കൽ അനിവാര്യമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിർണിതമായ സമയത്ത് തന്നെ നിർവഹിച്ചിരിക്കണം മുഅ്മിൻ നിസ്കാരം. ആ സമയത്ത് തന്നെ അവ്വൽ വഖത്തിൽ. പിന്തിച്ച് നിസ്കരിച്ചാൽ എവിടെ പോണ്ടി വരും? നരകത്തിന്റെ ഒരു ചെരിവ്, ജഹന്നമിന്റെ ചെരിവാണ് വൈൽ. അവിടെയാണ് നിന്റെ പ്രവേശനമുള്ളത്. നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവൻ, സ്ഥിരമായി ചെയ്യുന്നവൻ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യാത്രക്കാരന് ഇളവുണ്ട്, മുന്തിക്ക പിന്തിക്ക, ഓക്കെ. രോഗിയുണ്ട്, അവന് ഇളവുണ്ട്. അല്ലാത്ത നമുക്കൊന്നും എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നല്ല ബിസിനസ് റമദാനിൽ നടക്കുകയാണ്. രാത്രിയിൽ നല്ല കുലുക്കി സർബത്ത് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ വെറൈറ്റി സർബത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകുന്ന സാധനമാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നല്ല ഉപ്പിട്ടിട്ട് നല്ല സോഡ അടിച്ചിട്ട് വെറും വയറ്റിൽ പോയി അടിക്കുകയാണ് നോമ്പ് തുറക്കുമ്പോൾ. കിഡ്നി രണ്ടും കൂടെ അടിച്ചു പോകാൻ ഏറ്റവും ബെറ്റർ ഇതിനേക്കാൾ വേറെ ഒന്നുമില്ല.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഉമ്മത്താണ്. ഇന്നലെ ഞാൻ 12 മണിക്ക് വരുമ്പോഴും അവിടെ പെരിന്തൽമണ്ണയിലൊക്കെ ടൗണിൽ തിരക്കാണ്. എല്ലാവരും അവിടെ ഉണ്ട്. ഒരു വായന അവിടെ നിന്ന് പറയാം, അതുപോലെ ജനം അവിടെ ഉണ്ട്. നമ്മുടെ ഉമ്മത്താണ് മൊത്തം. രാത്രി കാലങ്ങളിൽ വരെ സജീവമാകുകയാണ്. രാത്രിയിൽ അങ്ങ് കഴിച്ചും ഭുജിച്ചും രമിച്ചും രസിച്ചും നമ്മളെ രാമുകളെ തള്ളി നീക്കാൻ മഹാന്മാർ ഏറ്റവും കൂടുതൽ ഇബാദത്തെടുത്തിരുന്നത് രാത്രിയിലാണ്. ഉറക്കമുളച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. നമ്മൾ ഉറക്കമൊഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തിന്നാനും കുടിക്കാനും രസിക്കാനും രമിക്കാനാണ്. സിനിമ കാണാനും സീരിയൽ കാണാനും പന്ത് കളി കാണാനും IPL തുടങ്ങി. ഇനിയിപ്പോൾ അതിന്റെ പുറകെ പോവാൻ കുറെ പേര് ബിഗ് ബോസ് എന്താണ് വെള്ളവസ്ഥ എന്താണ്? തുണിയില്ല ഇപ്പോൾ ഉണ്ടോ? ഉറങ്ങുവാണോ? കെട്ടിപ്പിടിച്ചാണോ ഉറങ്ങുന്നത്? ഉമ്മ നോക്കുന്നുണ്ടോ? സീൻ എങ്ങനെയുണ്ട്? വല്ലതും കിട്ടുമോ? ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് പരിപാടി. റമദാനായപ്പോൾ ഇതന്നെ വൈകിട്ടൊക്കെ ഇതിന്റെ മേൽ ഹയാത്താക്കാൻ ജീവിത സുഖ ആസ്വാദനങ്ങളാണ് നമ്മൾ രാത്രിയിൽ. മഹാന്മാര് രാത്രിയെ ജീവസ്വച്ഛതാക്കിയത് ഖുർആൻ ഓതാൻ, ദിക്ർ ചെല്ലാൻ, നമസ്കരിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇബാദത്തെടുത്തത്. നമ്മൾ എത്രയാണ് സഹോദരങ്ങളെ? ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ നമ്മുടെ സമുദായത്തിലാണ് മാരകമാകുന്ന രോഗത്തിന് അടിമപ്പെട്ടവർ. ശ്രദ്ധിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ കാരണം ഭക്ഷണം കൊണ്ട് തന്നെയാണ്. ഭക്ഷണത്തിലുണ്ടാകുന്ന അമിതവ്യയം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒക്കെ നിയന്ത്രിക്കാൻ പറ്റിയ മാസമല്ലേ റമദാൻ. ആ റമദാനിൽ നമ്മൾ വീണ്ടും കരിയും പൊരിയും വറവും ഒക്കെ ആയിട്ടങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. എത്രയാണ് ഒരു വീട്ടിൽ ആവശ്യമാകുന്ന സാധനം വെച്ചാൽ പോരെ? 5 പേര് വീട്ടിലുണ്ടെങ്കിൽ 3 പേർക്കുള്ള ആഹാരം വെച്ചാൽ മതി. അത് 5 പേർക്ക് മതിയാവും. അങ്ങനെ തീരുമാനിക്കും. ഇത് 5 പേരുണ്ടെങ്കിൽ 15 പേർക്കുള്ള വെക്കാൻ. എന്തിനാണിത്? എന്നിട്ടത് വേസ്റ്റാക്കാൻ. പള്ളിയിൽ നിന്ന് കിട്ടുന്ന നെയ്ച്ചോറും പൊതിയും അതും വിടൂല, അതും കിട്ടുകയാണ്. അതും വാങ്ങിച്ചോണ്ട് വരും. എല്ലാം 17 27 ഒക്കെ കിട്ടുന്ന 2 പൊതി കിട്ടിയാലും 3 പൊതി അപ്പച്ചമ്പി വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വീണ്ടും വീണ്ടും അടിക്കുകയാണ്. വയറിളകിയാലും കുഴപ്പമില്ല, കൊണ്ടുവരല് തന്നെ, അടിക്കല് തന്നെ. എന്താണ് നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മുടെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഭക്ഷണത്തിലൊക്കെ ഒരു മിതത്വം വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. നമസ്കാരമുള്ളവൻ തന്നെ നമസ്കാരത്തെ അതിന്റെ സമയത്തെ വിട്ട് പിന്തിച്ചാൽ നരകത്തിന്റെ ഒരു ചെരുവുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും സ്വലാത്തിഹിം സാഹൂൻ. തീർന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ഖുർആനിനോട് ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. മുനാഫിഖായ മനുഷ്യന്റെ ലക്ഷ്യവും മടിയാണ്, നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവനാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു മുനാഫിഖ് ആരാണ്, കപട വിശ്വാസി ആരാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. സമൂഹത്തിൽ സമുദായത്തിൽ നിലകൊള്ളുന്ന വലിയ വലിയ ആളുകൾ, അപ്പോസ്തലന്മാരായി സമൂഹത്തിൽ വിരാജിക്കുന്ന ആളുകൾ, വലിയ ധനികനാണ്, സമൂഹത്തിൽ അറിയപ്പെട്ട ഹാജി ആരാണ്, 10 ഹജ്ജ് ചെയ്ത വ്യക്തിയാണ്, 10 ഉംറ നിർവഹിച്ച സഹോദരിയാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, മുനാഫിഖായ മനുഷ്യൻ ആരെന്നറിയുമോ സഹോദര? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ കുസാലാ. പരിശുദ്ധമായ നമസ്കാരത്തിന് വേണ്ടി നിലകൊണ്ടാൽ മടിയന്മാരാണ്, അലസന്മാരാണ്. തറാവീഹ് നമസ്കരിക്കാതെ ഏറ്റവും വേഗത്തിൽ തീരുന്ന പള്ളി നോക്കിക്കൊണ്ട് ഓടുകയല്ലേ. നഊദു ബില്ലാഹ്. നിനക്കെങ്ങനെയാണ് സ്വർഗം പുൽകാൻ സാധിക്കുക? നിനക്കെങ്ങനെയാണ് പാപമോചനത്തിന് സാധ്യമാകുക? പരിശുദ്ധ പ്രവാചകനെ പറഞ്ഞില്ലയോ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി
പരിശുദ്ധമായ റമദാനിലെ രാത്രിയിലുള്ള തറാവീഹ് നമസ്കാരം നല്ല ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടൊരു വ്യക്തി 20 റക്അത്ത് നമസ്കരിച്ച് തീർത്താൽ അവന്റെ മുൻ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ നമസ്കാരത്തിന് വേണ്ടി പോകുന്ന മനുഷ്യ, ആ നമസ്കാരം തന്നെ എങ്ങനെയെങ്കിലും ചുരുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നവര്, അതിനുവേണ്ടി ഫത്വകൾ അന്വേഷിക്കുന്നവര്, അതിനുവേണ്ടിയുള്ള പള്ളികൾ അവലംബിക്കുന്ന പുരുഷന്മാര്, വേഗം തന്നെ നമസ്കരിച്ചുകൊണ്ട് തീർക്കുന്ന സഹോദരിമാര്, തറാവീഹ് എങ്ങനെയെങ്കിലും നിസ്കരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് തലകുത്തി മറിയുന്ന സഹോദരിമാര്, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്, ലോകൈക ഗുരു പഠിപ്പിച്ചു തരുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്. അവരാരാണ്? നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അലസന്മാരാണ്. നമസ്കാരം കഴിഞ്ഞ് നോക്കുന്നത് തന്നെ ക്ലോക്കിലേക്കാണ്, വേഗം തീർന്നു എന്നുള്ള ചിന്തയാണ്. അവർ മുനാഫിക്കുകളാ, യുറാഊനന്നാസ്. അവർ നമസ്കരിക്കാൻ വരുന്നതും പോകുന്നതും ഇബാദത്തുകൾ എടുക്കുന്നതുമൊക്കെ ജനങ്ങളെ കാണിച്ചുകൊണ്ടാണ്. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നത്, നിരാലംബർക്ക് അവലംബമാകുന്നത്, നിരാശർക്ക് ആശ്രയത്വം കൊടുക്കുന്നത്, ഒരു സദക്ക നൽകുന്നത്, പരിശുദ്ധമായ റമദാനിൽ നോമ്പ് തുറ സൽക്കാരങ്ങൾ നടത്തുന്നത് 4 ആൾ അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതം കൊടുത്താൽ പോലും അവൾക്ക് സ്ത്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുമ്പോ, അവൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്താൽ പോലും 4 ആൾ അറിയട്ടെ എന്ന നിലയ്ക്ക് വിപുലമായി ജനങ്ങൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അതിന്റെ നന്മകളെ ഇല്ലാതാക്കുന്നവരെ, ചെറുപ്പക്കാരാ സഹോദരാ, പഠിച്ചു വെക്കണേ. റസൂലുള്ള ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, മുനാഫിക്കിന്റെ അടയാളമാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനം, അത് കപടതയുടെ മുഖമാണ്, കപടതയുടെ മുഖമാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സിദ്ധിപ്പൻ സംഹാരകർത്താവായ അല്ലാഹുവിനെ വളരെ കുറഞ്ഞ സമയം മാത്രമല്ലാതെ അവൻ ഓർക്കുന്നില്ല, സ്മരിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അവൻ നമസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ അവന്റെ ചിന്ത ഇമാം വലിയ സൂറത്ത് ഓതുമോ എന്നുള്ള ഭയപ്പാടിലാണ്. വേഗം തന്നെ നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കണമെന്നുള്ള ചിന്തയാണ്. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് നമസ്കരിക്കാവുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ പോലും അവൻ വേഗം വേഗം അടിച്ചു തീർക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമസ്കരിച്ച് തീർക്കുന്നവനാണ് അവൻ. മുനാഫിഖാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ മുനാഫിഖായ കപട വിശ്വാസിയുടേതാകുന്ന അവസാനം അവന് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുമോ? ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ. മമ്പാടുള്ള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SYS പ്രവർത്തകർ നടത്തിയ മതവിജ്ഞാന വേദിയുടെ പരിസമാപ്തി കുറിക്കുന്നതാകുന്ന വിജ്ഞാനത്തിന്റെ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. നരകമാണ്, നരകമാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. അലസതയോടുകൂടി നീ നമസ്കരിച്ചാൽ, മടിയോടുകൂടി നീ നമസ്കാരത്തെ സമീപിച്ചാൽ, തറാവിഹ് നമസ്കരിക്കാൻ മടിവെച്ച് എങ്ങനെയെങ്കിലും നിസ്കരിച്ചിട്ട് നിസ്കാര കുപ്പായം വലിച്ചു ഊരിക്കൊണ്ട് ചാടിയിറങ്ങി ഓടുന്ന മുസ്ലിമത്തെ മടിയോട് കൂടിയാണ് നീ സമീപിക്കുന്നത് എങ്കിൽ ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ട് നിനക്കുള്ളതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നരകത്തിന്റെ അടിത്തട്ട് അവർക്ക്. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. ആരാ മുനാഫിഖ്? മടിവെക്കുന്ന ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. അല്ലാഹു പറഞ്ഞതാണ്, നിസ്കരിക്കാൻ വരുമ്പോ ഭയങ്കര മടിയാ, അലസതയും മടിയും, ഭയങ്കര മടി. തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും ചെറിയ സൂറത്ത് പോകുന്ന പള്ളി അന്വേഷിക്കും. അതിൽ തന്നെ വേഗം തീരുന്നുണ്ടെങ്കിൽ വലിയ കിട്ടല. അത് സ്വന്തം മഹല്ല് വിട്ട് വേറെ ഇടത്തേക്കാണെങ്കിൽ ബൈക്ക് എടുത്തോണ്ട് അങ്ങോട്ട് പോകും. അവിടെ എത്തുമ്പോൾ 4 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, അവിടെ പോവുള്ളൂ. അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അങ്ങനെ 4 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞതാകുന്ന പള്ളിയിൽ ഒതുവെടുത്ത് ബാത്റൂമിൽ പോയി സമയമൊക്കെ ചെലവഴിച്ച് കയറി വരുമ്പോൾ 6 റക്അത്തായി. 4 റക്അത്ത് എങ്ങനെയെങ്കിലും ഇമാമിനോടൊപ്പം നിസ്കരിക്കും. ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും കാല് നീട്ടി വെച്ചിട്ട് കാലെ 2 പിടുത്തമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്ത് ഏറ്റവും വലിയ നിസ്കാരം നിസ്കരിച്ചവനാണ്, വേദന കൊണ്ട് പൊളഞ്ഞവനെ പോലെ. അങ്ങനെ 12 റക്അത്ത് കഴിഞ്ഞു. ഒരു 8 or 10 ഒക്കെ നിസ്കരിച്ച് കഴിയുമ്പോഴത്തേക്കും നേരെ പോവാണ് ഒന്ന് തുപ്പാൻ വേണ്ടി. വെളിയിലോട്ട് പോയി തുപ്പി സാദിന്റെ ചെരുപ്പ് തുപ്പിയിട്ട് അതൊക്കെ അടുത്ത് ഒന്നും എടുത്ത് റാഹത്തായിട്ട് വീണ്ടും ഒന്നുകൂടി വരും. അവിടെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് ഭയങ്കര പരവേശം കാണിക്കാൻ, ഭയങ്കര ക്ഷീണം, നോമ്പിന്റെ ക്ഷീണം കാണിക്കാൻ. എന്താ ഇത്? എന്ത് നിസ്കാരം നിന്റെ? നീ എന്ത് നിസ്കരിച്ചു? നീ ആരുടെ അനുയായി? പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റമളാൻ അല്ലാത്ത മാസത്തിൽ പോലും നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടി വീർത്ത പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ. റമളാനിലല്ല, റമളാൻ അല്ലാത്തപ്പോ ഫർളല്ല, സുന്നത്തായ മുത്തലഖൻ സുന്നത്ത് നമസ്കാരം നിരുപാധികം സുന്നത്ത് നിസ്കരിച്ചു. തറാവീഹല്ല. നിസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടി വീർത്തു. ഹത്താ തതഫത്തറ ഖദമാഹു, കാലുകൾ നീര് കെട്ടി വീർക്കാണ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾക്ക് എവിടെ നീര് വന്ന്? നമ്മൾ വല്ലതൊക്കെ വലിച്ചു വാരി തിന്നുന്ന അവസാനം കിഡ്നിയും ട്രബിളായിട്ട് കാല് നീര് വന്നു. സാധാ കാല് നീര്, അങ്ങനെ നീര് വന്നതാണ്. അല്ലാതെ നിസ്കരിച്ചിട്ടവിടെ കാല് നീര് വന്നത് തിയേറ്ററിന്റെ മുന്നിൽ പോയി ക്യൂ നിന്നിട്ട് കാല് നീര് വന്ന് ബീവറേജിന്റെ മുന്നിൽ, അങ്ങനെയാണ് ചെറുതായിട്ടൊക്കെ നീരടിച്ചത്. അല്ലാതെ പള്ളിക്കകത്തേക്ക് വരാനും നിസ്കരിക്കൽ കൊണ്ടും ഇന്ന് വരെ നമുക്ക് എവിടെയാണ് നീര് വന്നത്? സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കൽ. നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നമുണ്ടായത് അള്ളാഹ് ഇബാദത്ത് എടുത്തിട്ടാണോ അല്ലയോ? ചിന്തിക്കൽ. സ്വഹാബത്തും മുൻകഴിഞ്ഞു പോയ മഹാന്മാർക്കൊക്കെ ശരീരം ക്ഷീണിച്ചത്, ക്ഷയിക്കപ്പെട്ടത്, ഉറക്കവും ദാഹവും പരവേശമൊക്കെ വന്നത് ഇബാദത്തെടുത്തിട്ടാണ്. നമുക്കിതൊന്നുമല്ല. രാവിലെ അത്താഴത്തിന് തന്നെ നല്ല റാഹത്തായിട്ട് അടിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നരകത്തിന്റെ അടിത്തട്ടാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിപ്പോ ഇത്രയും പറഞ്ഞത് ആരെക്കുറിച്ചാ? നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നമസ്കാരം സമയത്തല്ല. നിസ്കരിക്കുന്നുണ്ട്, അതിൽ അലസത വെക്കുന്നു, അവനാണ് എന്തുള്ളത്? ഈ പറഞ്ഞ നരകമൊക്കെ ഉള്ളത്, നരകത്തിന്റെ ചെരിവ്, നരകത്തിന്റെ അടിത്തട്ടൊക്കെ ഉള്ളത് അവനാണ്. നിസ്കരിച്ചിട്ട് ഈ കളി. അപ്പൊ നിസ്കരിക്കാത്തവന്റെ കാര്യം ചർച്ച വേണ്ട, മനസ്സിലായോ? നിസ്കരിക്കാത്തവൻ എന്തായാലും നരകത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.